ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞതിനെതിരെ ഇടുക്കി ദേവികുളം താലൂക്കിൽ ഇന്ന് ഹർത്താൽ. അടിമാലി, മൂന്നാർ അടക്കം 10ഓളം പഞ്ചായത്തുകളെ ഹർത്താൽ ബാധിക്കും. ദേശീയപാത സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിന് UDFും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ദേവികുളം താലൂക്കിലാണെങ്കിൽ പോലും ഹർത്താൽ അത് വ്യാപകമായി തന്നെ ബാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ എത്ര പഞ്ചായത്തുകളെ ഇത് ബാധിക്കുമെന്നാണ് കരുതുന്നത്? ഗുഡ് മോർണിംഗ് വിനീത. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇതിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് അനുകൂലമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് LDFന്റെയും UDFന്റെയും ഹർത്താൽ നേരത്തെ നടന്നതാണ്. ഇപ്പോൾ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ UDFന്റെ പിന്തുണയുണ്ട്. അതുകൂടാതെ വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും പിന്തുണയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വിനീത സൂചിപ്പിച്ച പോലെ തന്നെ അടിമാലി, മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മേഖലകളെയെല്ലാം ഹർത്താൽ ബാധിക്കും. അതുകൂടാതെ കാന്തല്ലൂർ, വട്ടവട ഉൾപ്പെടെയുള്ള 10ഓളം പഞ്ചായത്തുകളിലാണ് ഇന്ന് ഹർത്താൽ നടക്കുന്നത്. ജനജീവിതത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രൈവറ്റ് ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തില്ല എന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഹൈറേഞ്ചിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. അപ്പോൾ അവ സർവീസ് നടത്താതെ വരുമ്പോൾ ജനജീവിതത്തെ കാര്യമായി ബാധിക്കും. അതുകൂടാതെ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. സ്കൂൾ, കോളേജുകൾ, സർക്കാർ ഓഫീസുകളെല്ലാം പ്രവർത്തിക്കേണ്ട ഒരു ദിനം കൂടിയാണ്. അപ്പോൾ വരും മണിക്കൂറുകളിൽ ഹർത്താൽ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൂടാതെ നേര്യമംഗലത്തെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ലോങ് മാർച്ചിനും തീരുമാനമുണ്ട്. 6 മൈൽ മുതൽ നേര്യമംഗലം വരെയായിരിക്കും ലോങ് മാർച്ച് ഉള്ളത്. അപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് വരും മണിക്കൂറുകളിൽ ജില്ല കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിനീത. ശരി, ഏതായാലും UDF കൂടി ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകിയത്.